നമസ്കാരം. നമ്മളൊരു പുതിയ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്. ഫിക്സഡ് അസറ്റുകളെക്കുറിച്ച് നമുക്കറിയാം. പ്രധാനമായിട്ടും വരുന്നത് ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, അതേപോലെ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ്വിൽ, ഇങ്ങനെയുള്ള അസറ്റുകളുണ്ട്. ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ കാലം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർഷം നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റുകൾ. ഈ ഫിക്സഡ് അസറ്റുകളുടെ മൂല്യത്തിൽ പലപ്പോഴും നമുക്ക് കുറവുകൾ സംഭവിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങി ഇത് കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ വില കിട്ടുന്നില്ല. അത് തേയ്മാനവും മറ്റും സംഭവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും സാങ്കേതിക വിദ്യകളൊക്കെ മാറുന്നത് കൊണ്ടോ ഇതിൻ്റെ മൂല്യത്തിൽ കുറവുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ വിലയിൽ അല്ലെങ്കിൽ നമുക്ക് വിറ്റാൽ കിട്ടുന്ന വിലയിൽ കുറവുകൾ വരുന്നുണ്ട്. ഈ ഒരു കുറവിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡിപ്രീസിയേഷൻ എന്നുള്ളത് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ വിലയിലുണ്ടാകുന്ന ഒരു കുറവ് ഇതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫിക്സഡ് അസറ്റുകളിൽ അധികവും ഇങ്ങനെ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നതാണ് മെഷീനറി, ഫർണിച്ചർ, ബിൽഡിങ്. ഇതെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ വിലയിൽ നമുക്ക് കുറവുകൾ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു കുറവുകളിലെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ഡിപ്രീസിയേഷൻ. ഇത് പല സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള തേയ്മാനങ്ങളാവാം. അതല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാലം നമ്മുടെ കയ്യിൽ വെച്ചാൽ തന്നെ അതിൻ്റെ വിലയിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉദാഹരണത്തിന് ഒരു വാഹനം നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുന്ന സമയത്ത് ഇത് ഏത് മോഡലാണ്, 2015 18 20 ഇങ്ങനെ അതിൻ്റെ മോഡലിനനുസരിച്ചാണ് വില. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ നമ്മുടെ കൈവശം വെച്ചാൽ തന്നെ പലപ്പോഴും അസറ്റുകളുടെ വിലയിൽ കുറവുകൾ സംഭവിക്കാറുണ്ട്. അതേപോലെ ചില സമയത്ത് സാങ്കേതിക വിദ്യകൾ മാറുന്നത് കൊണ്ട് ഈ നമ്മുടെ നിലവിലുള്ള പ്രൊഡക്റ്റ് കാലഹരണപ്പെട്ടു പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് നേരത്തെ കുറച്ച് തൊട്ട് മുമ്പ് വരെ നമുക്ക് 3G ഫോണുകളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 4G വന്നതോടുകൂടി ആർക്കും 3G ഫോൺ വേണ്ട. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നെറ്റ് സ്പീഡ് കിട്ടണമെങ്കിൽ ഡാറ്റ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. ഈ നെറ്റ് കിട്ടണമെങ്കിൽ ഹൈ സ്പീഡ് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വേണം? 4G നെറ്റ്വർക്ക് വേണം. അതോടുകൂടി 3G എന്നുള്ള ഫോൺ, 3G സാങ്കേതിക വിദ്യയുള്ള തേർഡ് ജനറേഷൻ ഫോണുകൾ ആർക്കും വേണ്ടാതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുതിയ സാങ്കേതിക വിദ്യ വരുന്ന സമയത്ത് നിലവിലുള്ളത് ആർക്കും വേണ്ടാതാവുന്ന, കാലഹരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് പറയുന്നത് ഒബ്സലസൻസ് എന്ന് പറയും. കാലഹരണപ്പെട്ടു പോകുക, ഒബ്സലസൻസ്. അപ്പോൾ നമ്മൾ ഒരു അസറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ കാലങ്ങൾ കഴിയുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ കാലഹരണപ്പെടുന്നത് കൊണ്ടോ അതിൻ്റെ വിലയിലുണ്ടാവുന്ന കുറവ്, മൂല്യത്തിലുണ്ടാവുന്ന കുറവിനെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ഡിപ്രീസിയേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അസറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ അസറ്റിൻ്റെ തേയ്മാനം, അതിൻ്റെ ഡിപ്രീസിയേഷൻ, തേയ്മാനത്തിന് നമ്മൾ അതാത് വർഷത്തെ ചിലവായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഇതിൻ്റെ വില കുറച്ചിടുകയും വേണം. അപ്പോൾ നമുക്കറിയാം ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ അടുത്ത ചാപ്റ്ററാണ്. അടുത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മുടെ അക്കൗണ്ടൻസി 2 ലക്ഷ്യങ്ങളാണ്. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തയ്യാറാക്കുക എന്നുള്ളത്. ബാലൻസ് ഷീറ്റിലൂടെയാണ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയുന്നത്. ഈ ബാലൻസ് ഷീറ്റിൽ ഒരു സൈഡിൽ അസറ്റും മറ്റു സൈഡിൽ ലയബിലിറ്റിയും ക്യാപിറ്റലുമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അസറ്റിൻ്റെ വിലക്ക് യഥാർത്ഥ വിലയിലാക്കിയാൽ മാത്രമാണ് സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി ബാലൻസ് ഷീറ്റ് വ്യക്തമാക്കുകയുള്ളൂ. അതുകൊണ്ട് അസറ്റിൻ്റെ വിലയ്ക്ക് എന്ത് ചെയ്യണം? ഈ തേയ്മാനങ്ങൾ വരുന്നതിനനുസരിച്ച് വില കുറച്ചിടണം. ഈ തേയ്മാനങ്ങൾ അതാത് വർഷത്തെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനിയുള്ള സെൻറ്റൻസിലേക്ക് നോക്കാം. ഇത് ഇപ്പം നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലും മറ്റും കണ്ടിട്ടുണ്ടാകും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഡിപ്രീസിയേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന ചെറിയൊരു സെൻറ്റൻസ് അതിൻ്റെ ഡിപ്രീസിയേഷൻ മീൻസ്, ഡിപ്രീസിയേഷൻ അർത്ഥമാക്കുന്നത് എന്താണ്? ഡിക്രീസ് ചെയ്യാൻ എന്താണ്? കുറവ്. ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിൻ്റെ വിലയിൽ കുറവ് വരുന്നതാണ്. എന്തുകൊണ്ടൊക്കെയാണ്? ഡ്യൂ ടു യൂസ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈം, കാലങ്ങൾ കഴിയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറേ നാളുകൾ നമ്മൾ കൈവശം വെക്കുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ ഓർ ഒബ്സലസൻസ്, കാലഹരണപ്പെടുക. ഞാൻ പറഞ്ഞു സാങ്കേതിക വിദ്യ മാറുന്നത് കൊണ്ട് നിലവിലുള്ള ടെക്നോളജി കാലഹരണപ്പെട്ടു പോകുന്നതിനാണ് എന്ത് പറയുന്നത്? ഒബ്സലസൻസ്. പിന്നെ പറയുന്നത് എന്താണ്?
ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ് ഓഫ് ബിസിനസ്. ഈ ഡിപ്രീസിയേഷനെ എന്തായിട്ട് കണക്കാക്കുന്നത്? സ്ഥാപനത്തിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് വളരെ ചെറിയ കുറച്ച് പോയിൻറ്റുകളാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വരുന്ന കുറച്ച് പോയിൻറ്റുകളാണ് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രീസിയേഷനിൽ വരുന്നത്. ഫസ്റ്റ് വൺ, ഡിക്രീസ് ഇൻ ദി ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. നമ്മൾ എൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി വെച്ചുള്ള അസറ്റിൻ്റെ വിലയാണ് എന്ത് പറയുന്നത്? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അസറ്റിൻ്റെ വിലയിൽ സംഭവിക്കുന്നുണ്ട്, ബുക്ക് വാല്യൂവിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് വാല്യൂ. ഇത് വില മൂല്യം കുറയുന്നതാണ്. എന്തുകൊണ്ടൊക്കെയാണ്? കുറേ കാലം വെക്കുന്ന പാസേജ് ഓഫ് ടൈം കൊണ്ടോ ഉപയോഗിക്കുന്നത് കൊണ്ടോ കാലഹരണപ്പെടുന്നത് കൊണ്ടോ, അതൊക്കെ നേരത്തെ പറഞ്ഞു മീനിങ്ങിൽ. ദെൻ തേർഡ് വൺ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇത് എല്ലാ വർഷവും ഉണ്ടാവും ഡിപ്രീസിയേഷൻ, എല്ലാ വർഷവും ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. മറ്റെല്ലാ എക്സ്പെൻസുകൾക്കും നമ്മൾ ക്യാഷ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സാലറി കൊടുക്കുക, ശമ്പളം കൊടുക്കുക, കൂലി കൊടുക്കുക, റെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ഇതിനൊക്കെ നമ്മൾ ക്യാഷ് എടുത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എന്തില്ല, ഡിപ്രീസിയേഷനും ക്യാഷ് എടുത്ത് കൊടുക്കേണ്ട, അതിന് ക്യാഷ് കൊടുക്കാത്ത ഒരു ചിലവായിട്ടാണ് അതിന് കണക്കാക്കുന്നത്, ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ഡിപ്രീസിയേഷനെ കണക്കാക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ഡിഡക്റ്റബിൾ ഐറ്റം ഫ്രം ദി ടാക്സബിൾ ഇൻകം. അതായത് നമുക്ക് സ്ഥാപനത്തിൻ്റെ വരുമാനത്തിനനുസരിച്ച് ടാക്സ് കൊടുക്കണം, അതിന് പറയും ഇൻകം ടാക്സ് കൊടുക്കുക എന്ന് പറയും. ഇത് നമുക്ക് കിട്ടുന്ന സെയിൽസിൽ നമുക്ക് കുറക്കാൻ പറ്റുന്ന കുറേ എക്സ്പെൻസുകളുണ്ട്. അതിൽ നമുക്ക് ഇൻകം ടാക്സ് ലോ അനുസരിച്ച് നമുക്ക് കുറക്കാൻ പറ്റുന്ന, അത് പിന്നെ സെയിൽസിൽ നിന്ന് നമുക്ക് കുറവ് വരുത്താൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡിപ്രീസിയേഷന് സമാനമായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ കൂടെയുണ്ട്. ഇതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് പറയുന്നത് ഡിപ്ലീഷൻ. നമ്മൾ പല പ്രകൃതി വിഭവങ്ങളുണ്ട്, ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കല്ല് വെട്ടുന്ന ക്വാറിയാണ്. നമ്മളൊരു സ്ഥലം വാങ്ങി, നല്ല പാറയുള്ള ഒരു സ്ഥലം വാങ്ങിയിട്ട് നമ്മൾ കല്ല് വെട്ടുകയാണ്. ഇതിങ്ങനെ വെട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പാറയുടെ അളവ് കുറഞ്ഞു പോകും. കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്ല് വെട്ടാൻ പറ്റാത്തൊരവസ്ഥ, അപ്പോൾ അത് മറ്റേതെങ്കിലും രീതിയിലായിട്ട് വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പിന്നെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന അസറ്റിനെ പറയുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയും. ഇപ്പോൾ കല്ല് വെട്ടുന്നതിനനുസരിച്ച് ഭൂമിയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ്. ഇങ്ങനെ തീർന്നു പോകുന്ന അസറ്റിനെ പറയുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്, വേസ്റ്റായി പോകുന്ന അസറ്റാണ്. അപ്പോൾ എൻ്റെ ഞാൻ ഡിപ്രീഷണൽ പോയിന്റ് നോക്കി, ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്. ഈ വേസ്റ്റിംഗ് അസറ്റിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് എക്സ്ട്രാക്ഷൻ, സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നത് കൊണ്ട് ഈ വേസ്റ്റിംഗ് അസറ്റ് കുറഞ്ഞു പോകുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ഡിപ്ലീഷനിൽ സാധാരണ സംഭവിക്കുന്ന കോറി, കരിങ്കൽ കോറിയാവാം, ചെങ്കൽ കോറിയാവാം, മാർബിൾ എടുക്കുന്ന കോറിയാവാം, ഇങ്ങനെയൊക്കെയുള്ള കോറികളാവാം. അതല്ലെങ്കിൽ ഖനികളിൽ കൽക്കരി ഖനി, അതേപോലെ അങ്ങനെയൊക്കെയുള്ള പല ധാതുക്കളും എടുക്കുന്ന ഖനികളുണ്ട്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് തീർന്നു പോകും. ഇങ്ങനെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളുടെ ഈ ഡിപ്രീസിയേഷൻ പോലെയുള്ള അതിന് പറയുന്ന പേരാണ് ഡിപ്ലീഷൻ എന്നുള്ള അർത്ഥമാക്കുന്നത്. ദെൻ അടുത്ത് പറയുന്നത് അമോർട്ടൈസേഷൻ എന്ന വാക്കാണ്. ഇത് ഇൻടാഞ്ചിബിൾ അസറ്റുണ്ട്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്കൊക്കെ ഉണ്ട്. ഇത് പലപ്പോഴും നമ്മൾ സ്ഥാപനത്തിൽ ഇന്നത്തെ വർഷത്തേക്ക് ഇതൊക്കെ പറഞ്ഞ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പാറ്റൻറ്റും ട്രേഡ് മാർക്കൊക്കെ 10 വർഷത്തേക്കോ 20 വർഷത്തേക്കൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ വർഷം കഴിയുന്നവരെ നമുക്ക് കൊടുത്ത് വാങ്ങിയിട്ടുള്ള വിലയിൽ നമുക്ക് എന്ത് ചെയ്യണം? 10 വർഷത്തേക്കാണെങ്കിൽ 10 ഗഡുക്കളായിട്ട് അതിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്, കാണാൻ പറ്റാത്ത അസറ്റുകളുണ്ടാകുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്, കാണാനും തൊടാനും പറ്റാത്ത അസറ്റുകൾ ഉദാഹരണമാണ് പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് ഒക്കെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മൂല്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എത്ര വർഷത്തേക്കാണ് ലഭ്യമായിട്ടുള്ളത് ആനുപാതികമായിട്ട് നമുക്ക് കുറച്ച് എഴുതേണ്ടതുണ്ട്. ഇതിനെ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഈ വിലയിലുണ്ടാകുന്ന കുറവിനെ പറയുന്ന പേരാണ് എന്ത്? അമോർട്ടൈസേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മെഷീനറി, ഫർണിച്ചറിനൊക്കെ ഡിപ്രീസിയേഷനാണ്. ഇനി വേസ്റ്റിംഗ് അസറ്റ് ആണെങ്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ഡിപ്ലീഷനാണ്. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? അമോർട്ടൈസേഷനാണ്. ഇനി കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ, എന്തുകൊണ്ട് ഇത് കൊടുക്കാനുള്ള ഡിപ്രീസിയേഷൻ കൊടുക്കാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വിയർ ആൻഡ് ടിയർ ഡ്യൂ ടു യൂസേജ് ഓർ പാസേജ് ഓഫ് ടൈം. വിയർ ആൻഡ് ടിയറിന് അർത്ഥമാക്കുന്ന ശരിക്ക് തേയ്മാനം എന്നുള്ളതിനെ അർത്ഥമാക്കുന്ന, അല്ലെങ്കിൽ കുറയുന്നത് എന്നുള്ള ഡിപ്രീസിയേഷൻ്റെ അതേ വാക്കുന്ന വാക്ക് തന്നെയാണ് വിയർ ആൻഡ് ടിയർ. ഡ്യൂ ടു യൂസ് ഓർ പാസേജ് ഓഫ് ടൈം, നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാലങ്ങൾ വെക്കുന്നത് കൊണ്ടോ, കൈവശം വെക്കുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന കുറവിനെയാണ് ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ബിക്കോസ് ഓഫ് കോൺസ്റ്റൻറ്റ് യൂസ് ഈസ് കാൾഡ് വിയർ ആൻഡ് ടിയർ. ഫിക്സ്ഡ് അസറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ തേയ്മാനം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ വിയർ ആൻഡ് ടിയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, എക്സ്പ്രഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞു പാറ്റൻറ്റ്, ട്രേഡ് മാർക്കൊക്കെ നമുക്ക്
ഇത്ര കുറഞ്ഞ വർഷത്തേക്ക് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതിന് കാലാവധി ഇങ്ങനെ തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കേണ്ടതുണ്ട്, ഡിപ്രീസിയേഷൻ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ 1,00,000 ഒരു പേറ്റൻറ്റ് നമ്മൾ സമ്പാദിക്കുകയാണ്, അത് 10 വർഷത്തേക്കാണ് ലഭ്യമാകുന്നത്. അപ്പോൾ 1,00,000 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ വർഷം കഴിയുന്തോറും 10,000 രൂപ അതിൻ്റെ മൂല്യം കുറഞ്ഞു പോവുകയാണ്. 10 വർഷം കൊണ്ട് 10,000 എന്താവുന്നത് 1,00,000 ആവുന്നത്. അപ്പോൾ ഇതേപോലെ ലീഗൽ റൈറ്റ് നമുക്ക് തന്നെ കാലാവധി തീർന്നു പോകുന്നുണ്ട്, എക്സ്പയർ ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെന്ത് കൊടുക്കേണ്ടതുണ്ട്, നമുക്ക് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ തേർഡ് വൺ പറയുന്ന ഒബ്സൊലസൻസ്. എപ്പോഴും നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഇങ്ങനെ വരും. അതുകൊണ്ട് നിലവിലുള്ള നമ്മുടെ ടെക്നോളജി എപ്പോഴും മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫിക്സ്ഡ് അസറ്റ് പെട്ടെന്ന് ഡിപ്രീസിയേഷനൊക്കെ അനുവദിച്ചുകൊണ്ട് നമുക്കത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതുണ്ട്. ദെൻ തേർഡ് വൺ ഒബ്സലസൻസ് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഇത് വീണ്ടും പറയാത്തത് കേട്ടോ. അപ്പോൾ പല സമയത്ത് നമുക്ക് പല ഒബ്സലസൻസ് ഉള്ളത് ചിലപ്പോൾ പിന്നെ ഫാഷൻ മാറുന്നത് കൊണ്ടൊക്കെ മാറാം. ഇപ്പോൾ ഡ്രസ്സ് പോലുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താവാം, ചില സമയത്ത് ഫാഷൻ മാറുന്നത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിലവിലുള്ള പുതിയൊരു സാങ്കേതിക വിദ്യ വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിന് നമ്മൾ ഇത് പറയുന്നത് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. പുതിയ ടെക്നോളജി ആവാം, ചിലപ്പോൾ ഫാഷൻ മാറുന്നത് കൊണ്ടാവാം. എന്തായാലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മെഷീനറി, ഒരു അസറ്റ് അത് കാലാരണപ്പെട്ടു പോകുന്നതിനെയാണ് നമുക്ക് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ദെൻ അബ്നോർമൽ ഫാക്ടേഴ്സ്. ചില സമയത്ത് നമുക്ക് അബ്നോർമലായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചുകൊണ്ട് മെഷീനറി കേടുവരിക, അല്ലെങ്കിൽ തീപിടുത്തം, അല്ലെങ്കിൽ പിന്നെ എർത്ത് കേക്ക്, ഭൂകമ്പം ഉണ്ടാവുക, വെള്ളപ്പൊക്കം ഉണ്ടാവുക, ഫ്ലഡ്, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും അസറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിൻ്റെ വിലയിൽ കുറവ് വരും. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ പാസേജ് ഓഫ് ടൈമാണ്. ചില അസറ്റുകൾ നമ്മളെ കൈവശം വെച്ച് സമയം പോകുന്നതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വിലയിൽ കുറവ് വരുന്നുണ്ട്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, ഇപ്പോൾ ഒരു വാഹനം നമ്മുടെ കൈവശം വെച്ചാൽ അത് വിൽക്കുന്ന സമയത്ത് അത് ഏത് മോഡലാണ്, ഒരു വാഹനം നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം ചോദിക്കുക മോഡൽ ഏതാണെന്നാണ്. ആ മോഡലിനനുസരിച്ചാണ് അതിൻ്റെ വില, ഏത് വർഷത്തേതാണ് അതിൻ്റെ മാനുഫാക്ചർ, അതിനനുസരിച്ചാണ് അതിൻ്റെ വില. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും സമയം കഴിയുന്നതിനനുസരിച്ച് അസറ്റിൻ്റെ വിലയിൽ എന്ത് വരുന്നുണ്ട്, കുറവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്, ഡിപ്രീസിയേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി അതിൻ്റെ ആവശ്യകതകൾ പറയുന്നത് നീഡ് ഫോർ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞിട്ട് അസർട്ടൈൻ ദി ട്രൂ റിസൾട്ട് ഓഫ് ബിസിനസ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ടാണ് സ്ഥാപനത്തിൻ്റെ റിസൾട്ട്, ലാഭമാണോ നഷ്ടമാണോ, എത്ര രൂപ ലാഭമുണ്ട് എന്ന് അറിയുന്നത്. നമുക്ക് ഈ അസറ്റിൻ്റെ തേയ്മാനം, നമ്മൾ ഉപയോഗിക്കുന്ന തേയ്മാനം കൂടെ അതാത് വർഷത്തെ എക്സ്പെൻസാണ്. ആ ഒരു ചിലവുകൾ കൂടെ കുറച്ചാൽ നമ്മൾ സെയിൽസിൽ നിന്ന് വരുന്ന വരുമാനമുണ്ട്, ഈ വരുമാനത്തിൽ നമ്മൾ ചിലവുകളെ കുറച്ചിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ലാഭം. അതായത് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസുകളൊക്കെ കുറച്ചിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ലാഭമെന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസിൽപ്പെട്ട ഒരു എക്സ്പെൻസിനെ ഡിപ്രീസിയേഷനും ഈ ഡിപ്രീസിയേഷനും കൂടെ കുറച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ശരിക്കുള്ള ട്രൂ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശരിയായ രീതിയിലുള്ള ലാഭം കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്ഥാപന റിസൾട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് എന്താവശ്യമാണ്, ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ട ആവശ്യമാണ്. ഇനി അടുത്ത് പറയുന്നത് തൊട്ടടുത്ത പോയിൻ്റ് തന്നെയാണ് പ്രസൻറ്റ് ദി ട്രൂ ബാലൻസ് ഷീറ്റ്. നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു, അസറ്റിൻ്റെ വില ഇപ്പോഴത്തെ യഥാർത്ഥ വിലയിലാക്കിയാൽ മാത്രമാണ് ബാലൻസ് ഷീറ്റ് ഒരു എക്സാക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അസറ്റിൻ്റെ വിലയ്ക്ക് ഡിപ്രീസിയേഷൻ കഴിച്ച് കുറച്ച് എഴുതിയാൽ മാത്രമാണ് ബാലൻസ് ഷീറ്റ് ശരിക്കുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് നൽകുന്നത്. ദെൻ തേർഡ് വൺ, ടു റീറ്റെയിൻ ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഒരു എക്സ്പെൻസ് ആയിട്ടും ട്രീറ്റ് ചെയ്യുകയാണ്, അത്രയും ക്യാഷ് നമ്മളെ കൈവശം അവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ലഭിക്കുന്ന ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസുകളൊക്കെ കുറച്ചിട്ട് ബാക്കിയാണ് നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നത്. ഈ പ്രോഫിറ്റ് പലപ്പോഴും ബോണസൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഡിപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ട് അവിടെ തന്നെ ഉണ്ടാകും. ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, ഈ മെഷീന് അതിൻ്റെ കാലം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കേടുന്ന സമയത്ത് നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഫണ്ട് നമുക്ക് ഇവിടെ ലഭിക്കും. ദ നെക്സ്റ്റ് വൺ, ടു അവോയ്ഡ് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. നമുക്ക് ലാഭത്തിന് ടാക്സ് കൊടുക്കണം. അപ്പോൾ ആ ലാഭത്തിൽ നിന്ന് കുറക്കാൻ പറ്റുന്ന ഒരു എക്സ്പെൻസാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതിൽ നമുക്ക് അധികം ടാക്സ് കൊടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ടു ഫുൾഫിൽ ലീഗൽ റിക്വയർമെൻറ്റ്സ്, നിയമപരമായിട്ട് പല കേസിലും നമുക്ക് ഇത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടതുണ്ട്. ശരിക്കും ഞാൻ പറയും ഇൻകം ടാക്സ് അനുസരിച്ചുള്ള ലെവലൊക്കെ തന്നെ ഇത് കൊടുക്കേണ്ടതുണ്ട്. ഒരു വെൽത്ത് ടാക്സിലുമൊക്കെ നമുക്ക് ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ട് ഡിപ്രീസിയേഷൻ നൽകേണ്ടതുണ്ട്. ദെൻ ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓൺലി. ഈ ഡിപ്രീസിയേഷൻ കൊടുക്കാതിരുന്നാൽ ഈ തേയ്മാനത്തിൻ്റെ അത്രയും കൂടെ തുക എന്ത് കൂടും, ലാഭം വർദ്ധിക്കും. ഈ കമ്പനിയിൽ
ഉടമസ്ഥർക്ക് ഈ ലാഭം വീതം വെച്ച് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് പറഞ്ഞാൽ ലാഭവിഹിതമാണ്. ഉള്ള ലാഭത്തിന് എത്ര ഷെയർ ഹോൾഡേഴ്സിൻ്റെ എത്ര ഷെയർസിൻ്റെ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഡിപ്രീസിയേഷനുള്ള ഒരു എക്സ്പെൻസാണ്. ഈ എക്സ്പെൻസ് അത് കുറച്ചിട്ടില്ലെങ്കിൽ അതുകൂടെ ലാഭമാവും. അപ്പോൾ ശരിക്കും ഈ അസറ്റിൻ്റെ മൂല്യമാണ് പലപ്പോഴും ഡിവിഡൻ്റായിട്ട് കൊടുത്തു പോകുന്നത്. ഇത് ഒഴിവാക്കണമെങ്കിൽ നമുക്കെന്ത് കൊടുക്കണം? ഡിപ്രീസിയേഷൻ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഈ ഡിപ്രീസിയേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തതാണ് കോസ്റ്റ് ഓഫ് അസറ്റ്. കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അസറ്റിൻ്റെ നമ്മുടെ വിലയാണ്, എത്ര വിലയായിട്ടുണ്ട് അസറ്റ് എന്നുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അസറ്റ് കാണുന്ന സമയത്ത് ആ അസറ്റ് വാങ്ങി അത് കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്ത് അത് ഉപയോഗിക്കാനാവുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസുകളും ആ അസറ്റിൻ്റെ വിലയിലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇതുകൊണ്ടാണ് നേരത്തെ നമ്മൾ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് വേജസ് കൊടുത്ത് വേജസ് അക്കൗണ്ടിലേക്ക് കൊടുത്തപ്പോൾ നമ്മളത് റെക്ടിഫൈ ചെയ്തൊക്കെ ചെയ്തല്ലോ. അതെല്ലാം ഈ ഒരു കാരണം കൊണ്ടാണ്. അസറ്റിൻ്റെ വില എന്ന് പറയുന്നത് അസറ്റ് വാങ്ങിയപ്പോൾ കൊടുത്ത ക്യാഷ് മാത്രമല്ല, അത് ഇവിടേക്കുള്ള കൊണ്ടുവരാനുള്ള ചിലപ്പോൾ നമുക്ക് പിന്നെ കൺവെയൻസ് എന്ന് പറയും, ചിലപ്പോൾ ആ രീതിയിലൊക്കെയുള്ള മറ്റു വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ സംഖ്യയും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഫിറ്റ് ചെയ്യാനുള്ള സംഖ്യയും അത് ഫുള്ള് റൺ ചെയ്യുന്നവരെയുള്ള എല്ലാ ചിലവുകളും കൂടെ ഉൾപ്പെടുന്നതാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പർച്ചേസ് പ്രൈസ് വരും, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും, ഇൻസ്റ്റലേഷൻ ചാർജ് വരും. ഇതേപോലെ ആ അസറ്റ് റണ്ണിങ് കണ്ടീഷനിലാവുന്ന വരെയുള്ള എല്ലാ ചിലവുകൾ കൂടെ ചേർത്തതാണ് എന്ത്? കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്ക്രാപ്പ് വാല്യൂ ആണ്. ഇപ്പോൾ നമുക്കൊരു മെഷീൻ വാങ്ങി അത് 10 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ 10 വർഷം കഴിഞ്ഞാൽ അത് വിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം എത്ര സംഖ്യ കിട്ടും? ഇത് ഈ അസറ്റ് ഇതിൻ്റെ കാലാവധിക്ക് ശേഷം അത് സ്ക്രാപ്പായിട്ട് തൂക്കി വിൽക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ വിറ്റ് ഒഴിവാക്കും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷിക്കുന്ന വിലയുണ്ട്. എന്തായാലും ഇരുമ്പാണെങ്കിൽ അതിൻ്റെ പിന്നെ തൂക്കി വിറ്റാൽ കിട്ടുന്ന വില ഉണ്ടാവുമല്ലോ, അതായിരിക്കും ഏറ്റവും മിനിമം ഒരു സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ഫർണിച്ചർ ആണെങ്കിൽ അത് ഏതെങ്കിലും രീതി വിറ്റ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാലാവധിക്ക് ശേഷം വിറ്റ് ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ, സ്ക്രാപ്പായിട്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ. ഇനി മറ്റു പേരും പറയാറുണ്ട്, റെസിജ്വൽ വാല്യൂ, സാൾവേജ് വാല്യൂ എന്നുള്ള പേരിലൊക്കെ നമുക്ക് ഈ ഇതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പറയുന്നത് ഇറ്റ് ഈസ് ദി എമൗണ്ട് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കുന്നതാണ്, ടു ബി റിയലൈസ്ഡ്. റിയലൈസ് ചെയ്യുന്ന വിറ്റ് കാശാക്കുക കിട്ടുന്നത് ഓൺ സെയിൽ ഓഫ് അസറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം ഇത് വിൽക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന പണം, അതിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡിപ്രീസിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വാങ്ങിയ വിലയിൽ നിന്ന് നമുക്ക് നേരത്തെ കോസ്റ്റ് ഓഫ് അസറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ സ്ക്രാപ്പ് വാല്യൂ കുറച്ചാൽ എത്ര ഭാഗം നമുക്ക് തേഞ്ഞു പോകുന്നുണ്ട്, തേയ്മാനത്തിലൂടെ കുറയുന്നുണ്ട്, അതാണ് ഡിപ്രീസിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് അത്ര പ്രാധാന്യമില്ല. പ്രാധാന്യമുള്ള രണ്ടെണ്ണം, ഒന്ന് കോസ്റ്റ് ഓഫ് അസറ്റ്, അതിൽ ഓർത്ത് വെക്കുക, അതിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഇൻസ്റ്റലേഷനും എല്ലാം അതിൽ വരുന്നതാണ്. പിന്നെ സ്ക്രാപ്പ് വാല്യൂ, ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം വിറ്റാൽ കിട്ടുന്ന സംഖ്യയാണ് സ്ക്രാപ്പ് വാല്യൂ. പിന്നെ പ്രധാനമുള്ള ഒന്നാണ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്, എത്ര വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് ഡിപ്രീസിയേഷൻ കാണുന്നത്. അപ്പോൾ ഈ 4 പോയിൻ്റ് നോക്കിയിട്ടാണ്, പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ഉണ്ട്. 2 മെത്തേഡ് ഉണ്ട്, അതിൻ്റെ കമ്പാരിസനൊക്കെ ഉണ്ട്. ആദ്യത്തെ മെത്തേഡിൻ്റെ തുടക്കം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. രണ്ടാമത്തെ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ നമുക്കതൊന്നുകൂടെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും 2 രീതിയിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. അതിൽ ഒന്നാമത്താണ് സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈൻ നേരിട്ട് എല്ലാ വർഷവും തുല്യമായിട്ട് എമൗണ്ട് ഡിപ്രീസിയേഷൻ കൊടുക്കുന്ന രീതിയാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. നോക്കതിൽ പറയുന്നത് ദിസ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ഫിക്സഡ് എമൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി വാല്യൂ ഓഫ് അസറ്റ് ഇയർ ആഫ്റ്റർ ഇയർ. എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ കൊല്ലം തുല്യമായുള്ള എമൗണ്ട് ഡിപ്രീസിയേഷനായിട്ട് കൊടുക്കുന്ന രീതിയാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഇത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എവിടേക്ക് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും, പ്രൊവിഡൻസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന് പറയുന്ന മറ്റൊരു മെത്തേഡ് കൂടി, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അപ്പോൾ എക്സാമിന് ഈ 3 പേര് ചോദിച്ചാൽ ഒന്ന് തന്നെയാണ്. അതൊക്കെ പേരുകൾ? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, ദെൻ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഏത് ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെയാണ് എഴുതേണ്ടത്. ഇതെല്ലാം ഒരേ മെത്തേഡാണ്. ദെൻ ഇൻ ദിസ് മെത്തേഡ് ദി വാല്യൂ ഓഫ് അസറ്റ് ബിക്കം 0.
ഈ കേസ് ടു സ്ക്രാപ്പ് വാല്യൂ ഈ മെത്തേഡ് അനുസരിച്ച് കൊണ്ട് ഇതിൻ്റെ നമ്മൾ യൂസ്ഫുൾ ലൈഫിന് ശേഷം ഒന്നുകിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്രാപ്പ് വാല്യൂവിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷനാണ് ഇങ്ങനെ കാണുന്നത്. ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് ലൈഫ് എന്നാണ്. അതാണ് നമുക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഞാൻ പറഞ്ഞു. കോസ്റ്റിൽ എന്തൊക്കെ പെടും? പർച്ചേസ് പ്രൈസ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഒക്ട്രോയി, അങ്ങനെയൊക്കെ വാക്കടക്കല് ഉപയോഗിക്കും കേട്ടോ. അതെല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് ഒറിജിനൽ കോസ്റ്റ്. സ്ക്രാപ്പ് വാല്യൂ നമുക്കറിയാം, അവസാനം വിറ്റാൽ കിട്ടുന്ന സംഖ്യ, ശേഷം അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഉണ്ട്. അപ്പോൾ ഇത് അനുസരിച്ചാണ് നമുക്ക് ഡിപ്രീസിയേഷൻ കാണേണ്ടത്. ഇനി ഞാൻ ഈ രീതിയിലുള്ള 2 രീതിയിലുള്ള പ്രോബ്ലങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. അതിന് ശേഷം നമുക്കിതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പറയാം.